ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, സൈഫുക്ക കേൾക്കുന്നുണ്ടോ? ജഫർ ഭായ്, ഓക്കെ, വെയിറ്റ് ചെയ്യട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കില്ലേ? കേൾക്കുന്നു, ക്ലിയർ ആണ്. ഓക്കെ. എന്തൊരു കോഡ് എ ഒക്കെ കാണുന്നു. അത് അതെനിക്ക് തോന്നണേ മറ്റേ നാളെ ഏതോ ഒരു സംഗതിയിൽ കൂടിയപ്പോ റീനെയിം അടിച്ചാൽ മതി. റീനെയിം ചെയ്യാലോ. പിന്നെ എന്തൊക്കെയാ വർത്താനങ്ങള്? നമ്മളുണ്ടോന്ന് തന്നെ ഉള്ളു. ആ വിഷയമില്ല. നമ്മള് കൂടാണ്ട് നിന്നില്ലല്ലോ അല്ലെ? അതന്നെ. നമ്മൾ ഈ ഞാനിപ്പോ ഈ ഹെഡ്സെറ്റ് കുത്തിയത് പുറത്താണ് കേൾക്കണത്. അത് നിങ്ങള് ഇതിന്റെ ഓഡിയോയില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ലാപ്ടോപ്പിലല്ലേ? ആ, എന്റെ ലെഫ്റ്റ് കോർണറിൽ ഓഡിയോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് മൈക്രോഫോൺ, സിസ്റ്റം, സ്പീക്കർ അങ്ങനെ ഉണ്ടാവും. ആ, അതില് നിങ്ങൾ ആ മൈക്രോഫോൺ കൊടുക്കുക. മൈക്രോഫോൺ റിലേറ്റഡ് ഓഡിയോ, മൈക്രോഫോണ്, ഐറിൻ വെബ് ക്യാം, സെയിം ആ സിസ്റ്റം മൈക്രോഫോൺ, അങ്ങനെ ഐറിന് അതിൽ കൊടുക്കുക. ഏല ഐറിനാണത്, അതിൽ ആ കൊടുക്കുക. ആ പുറത്തേക്ക് നിന്നോ? നിങ്ങളെ സൗണ്ട് പറ്റപ്പോയി, ഇപ്പൊ ഒന്നും കേൾക്കണ്ട. ഇപ്പൊ കേക്കില്ലേ? ഇപ്പൊ കേട്ടു. അത് മതി, ക്ലിയർ ആണ്, ഓക്കെ ആണ്. അങ്ങനെയല്ല, നമ്മളെ റൂംമേറ്റ് വരുമ്പോ ഓനൊരു ഡിസ്റ്റർബ് ആയിരുന്നല്ലോ, അതുകൊണ്ടാ.
സ്വിച്ച് ടു ഫോൺ ഓഡിയോ, ലീവ് കമ്പ്യൂട്ടർ ഓഡിയോ, ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് അങ്ങനെ തുടങ്ങുന്ന മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്തൊക്കെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി നോക്കിയിട്ട് ഏതൊക്കെയാണ് ക്ലിയർ എന്നതനുസരിച്ച് മാറ്റണം. ആ നിങ്ങൾ ഇത് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ എൻട്രി ചെയ്ത് നോക്ക്. അപ്പോൾ ടെസ്റ്റ് ഓഡിയോ, ടെസ്റ്റ് പിന്നെ സ്പീക്കർ ഒക്കെ കാണും. ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ പോയിരുന്നേ നിക്കേ ഞാൻ അവിടെ ഉണ്ട്. ഇതിന്ന് ലീവ് ചെയ്യാം ജസ്റ്റ്, എന്നിട്ട് രണ്ടാമത് റീ എൻട്രി ചെയ്യാം. ആ അപ്പൊ ഇതിൽ ചോദിക്കും ടെസ്റ്റ് ഓഡിയോ, ടെസ്റ്റ് സ്പീക്കർ എന്നൊക്കെ പറഞ്ഞു വരും. ഇതിൽ തന്നെ ഓഡിയോ ഉണ്ടാവും, ഓഡിയോ സെറ്റിംഗ് ഉണ്ടാവും. അതിൽ തന്നെ സ്പീക്കർ, ടെസ്റ്റ്, മൈക്രോഫോൺ എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ. ആ സമീറ, ഹലോ. Hello, hello, hello. Good morning. Good. Hello, hello, hello. അനീസ്, ലിജിൽ. ആ ലിജിൽ ഒന്നല്ല. Hello, hello, hello. എന്നാണ്ട് സുഖം, സുഖം. സുഖം, സുഖം. അപ്പൊ സംസാരം കേൾക്കണ്ടോ? എവിടെ ക്ലിയർ ആണേ? ഇല്ല ഇല്ല അതങ്ങനെ ഇല്ല. ആ ജബർ ഭായി ഓക്കെയാണ്. ഓക്കെയാണ്, ക്ലിയർ ആണ്. ഓക്കെയാണ്, പക്ഷെ ഞാൻ വിചാരിച്ച മാതിരത്തെ റെഡി ആയില്ല. ആ ഇയർഫോൺ ഇട്ടില്ല അല്ലേ? ഇല്ല, അത് കുഴപ്പമില്ല കുഴപ്പമില്ല, ഇൻഷാ അല്ലാ. നമ്മളെ ജലീൽ ഭായിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ലിജിലാൽ, അനീസ് ചക്കിപ്പറമ്പൻ, അനീസ് ഭായി കയറിയിട്ടുണ്ട് അല്ലേ? നമ്മളുണ്ട് ഇവിടെ. നമ്മൾക്ക് എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങള്. ഞാൻ ഇപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. ആദ്യം നമ്മൾ തന്നെ കയറുള്ളൂ. ആദ്യം നിങ്ങൾക്കൊന്നും അവസരം തരില്ല. അങ്ങനെങ്കി അങ്ങനെ. ലിജിൽ നിങ്ങളെ പിന്നെ സുഹൃത്തായിരിക്കും അല്ലേ? ശരിയാ ശരിയാ. അതെ 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 അതെ. ഓക്കെ ഓക്കെ. നിങ്ങൾ ലിജിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ എക്സിറ്റ് അടിച്ച് പോകും കേട്ടോ. അല്ലല്ല, ലിജിൽ ഭായി നമ്മളെ മെയിൻ ആളാ. ഇല്ലല്ല, ഞാൻ എന്താ അറിയോ, ലിജിൽ ഓക്കെ, പക്ഷെ ലാൽ അത് കബീൽ എടുത്ത് നോക്കിയാൽ മോഹൻലാലിന്റെ ഒക്കെ പരമ്പരയിൽ പെടാണെന്ന് പറഞ്ഞത്. അത് ശരി. എന്തായാലും നമ്മൾ 4 ആളുണ്ട്. ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. സമയം ഒന്നല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ.
അനീസ് ഭായി റൂമിലാ?
നമ്മളുടെ സമയമായിട്ടുണ്ട്, 5 മിനിറ്റ് ലേറ്റ് ആണ്. അതിപ്പോ മൊബൈലിൽ ചെരിച്ചു നോക്കൂ. സൂപ്പർ. ജലീൽ ഭായ് ഇപ്പൊ വിളിച്ചിരുന്നു. ആള് റൂമിൽ എത്തുന്നേ ഉള്ളൂ, ഡ്യൂട്ടി കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എത്തി. സൈഫുക്ക, ഒരിടത്ത് ഇരിക്കാൻ പറ്റുമോ? ക്ലിയർ ആവും. വേറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ജിമ്മിലാ ഇരിക്കുന്നത് കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ലേ? വേറെ എന്തൊക്കെയോ സൗണ്ടുകൾ എന്റെ കൂടെ ഉണ്ട്. അതെ അതെ. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ജലീൽ ഭായ് പോയി ജസ്റ്റ് വിളിച്ചിരുന്നു. കേൾക്കുന്നില്ല. റൂമിൽ എത്തുന്നുള്ളൂ, ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുണ്ടാവും. ഹലോ, അനീസ്, ലിജിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവൈലബിൾ. ഓക്കെ. ശക്കിന് വെച്ചത് കുക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ മാതിരിയായി. ഞാൻ ബ്ലൂടൂത്ത് നന്നാക്കാൻ പോയത്, അപ്പൊ ഇത് റെഡിയായി. വെരി ഗുഡ്. ഏതെങ്കിലും ഒന്ന് ഓക്കെ അല്ല. എവിടെ ബാക്കിയുള്ള ജിദ്ദക്കാര്, റിയാദുകാരൊക്കെ എവിടെ? ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ. ആരെയും കാണില്ല. കല്യാണം പറയാനും ഓരോരുത്തരും വീട്ടിൽ പോയി വിളിക്കേണ്ടി തോന്നുന്നുണ്ട്, എന്നാലേ വരുള്ളൂ. തിരാൻകുട്ടി എത്തി. വീരാൻകുട്ടി. ഹക്കീംബായി ഉറക്കത്തിലാണ്. വീരാൻകുട്ടി കൊണ്ടോട്ടി. വിരാട് സാർ, ഞങ്ങള് മൊബൈലിൽ നിന്നല്ലേ? മൊബൈൽ തിരിച്ചു നോക്കിയപ്പോ ക്ലിയർ ആയിട്ട് എല്ലാവരും കാണാൻ പറ്റും. മൊബൈലിൽ നമ്മൾ മൊബൈൽ കടത്തി വെച്ച് കഴിഞ്ഞാല് ഹോറിസോണ്ടൽ ലെവലിൽ വെക്കുക. മിലൻ സാബ്, എന്താ വിശേഷം? ജിദ്ദയിൽ തന്നെയാണുള്ളത്? അല്ല, റിയാദിലാണോ? എവിടെയാ? വിനോദ് ജിദ്ദ അല്ല, റിയാദ്.
ഡാഡി സാർ എന്തൊക്കെ പറയും കേൾക്കണില്ല, അങ്ങനെ പറയണ്ടോ? എങ്ങനെ അപ്പൊ കേട്ടു. ഞാൻ നിങ്ങളിങ്ങനെ തുടങ്ങിക്കണെന്നുള്ള ആൾക്കേ. തുടങ്ങാൻ തന്നെ പ്ലാനൊക്കെ 10 മിനിറ്റ് ലേറ്റ് ആയി, ആ ആളുകൾ അല്ല എത്തിക്കിട്ടുണ്ട്. എന്താണ് ജാബ് സാഹിബ്, ദമാമിലൊക്കെ എന്താണ് ഷുറല്ലേ? എന്താണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അൽഹംദുലില്ലാ വിളിച്ചില്ലേ? നമ്മള് പുതിയ പിന്നെ അല്ല, ഞാൻ കരുതി അന്ന് നമ്മള് ദമാം പോയപ്പോ വീരാൻകുട്ടി സാഹിബ് അദീബൊക്കെ ഒന്ന് വരുന്നു കരുതി. ഒരു വിവരമുണ്ടായിരുന്നു. ഇല്ല. അല്ല വീരാൻകുട്ടി ഇവിടെ അല്ലേ? നിങ്ങള് പിന്നെ രാവിലെ റിയാദ് തന്നെ ആണല്ലോ അല്ലേ? ആ ഉം. ജിദ്ദന്നൊക്കെ മാറി. ഞങ്ങളൊക്കെ ഇഞ്ചെല്ലാം അതിലെത്തി. എങ്ങനെ 5 വർഷമായി ഏകദേശം, ഇപ്പോൾ 4-5 വർഷമായി. റിയാദില്? കൊറോണ കഴിഞ്ഞിട്ട് പോന്ന ഒരു 6 മാസത്തെ പ്രൊജക്ടിന് പോന്ന. അത് ശരി, അതിനി 6 വർഷമായിരിക്കും കണക്ക്. അതിപ്പോ ഏകദേശം ഷാലു രാജൻ എന്താണ് സ്ഥിതി? പിന്നെ കേൾക്കുന്നുണ്ടോ? ജിമ്മിലാണ് ആള്. കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ ടൈം വ്യത്യാസമാണല്ലോ. ഞാൻ അബുദാബിയാ. ഞാൻ ഇവിടുത്തെ ടൈം ആയിരിക്കും തെറ്റിദ്ധരിച്ചു. ഇവിടെ ഇപ്പൊ 9:45. അത് കുഴപ്പമില്ല, നമുക്ക് വേഗം പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മള് കൂടുതൽ പോണ്ട, നാളെയൊക്കെ പെട്ടെന്ന് ഡ്യൂട്ടിയിലല്ലേ. ഞങ്ങൾക്ക് എനിക്കും മാലിക്കിനും 9:30 വേറെ മീറ്റിംഗ് ഉണ്ട്. അഥവാ ഓക്കെ. നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ലീവ് ചെയ്യും, നിങ്ങൾ തുടരും ചെയ്യാം. അല്ലല്ല, നമുക്ക് അത് പിന്നെ കൂടുതൽ ഇതൊന്നും ഇല്ല അന്ന്, കാരണം വെച്ചാൽ അതിനകത്ത് ആളും ഇല്ലല്ലോ. ജവർ സാഹിബ് നിങ്ങളടുത്ത് സ്റ്റാർട്ട് ചെയ്തൂടെ ചുക്കാനങ്ങ് ഏറ്റെടുത്തിട്ട് തോന്നൂടി? തുടങ്ങാം. ലേറ്റ് ആയില്ല, നമ്മള് ഓക്കെ. 12 മിനിറ്റ് ലേറ്റ് ആയി. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മള് സെൽഫ് മാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ്, ഈ ഒരു മീറ്റിംഗ് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പഴയ ആളുകൾ ഇതിലുണ്ട്, പുതിയ ആളുകളും ഉണ്ട്. പണ്ട് കാസ് മൈൻഡ് കെയർ, പിന്നെ ബെഞ്ചാലി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പേരിലായിട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ സെൽഫ് മാസ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പിലേക്ക് വന്നു. ഇത് തന്നെ നമ്മൾ റിയാദിലാണെങ്കിലും ദമാമിലാണെങ്കിലും ഒക്കെ നമ്മൾ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. സൈഫൊക്കെ ഇതിന്റെ ഒരു റെക്കോർഡ് ചെയ്യാനുള്ളൊരു റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് ഇവിടെ എൻ്റെ ഡിവൈസിൽ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഇത് തരുമോ, പെർമിഷൻ? എന്നുവെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത് എനിക്കറിയണല്ലോ. അതിനല്ല, നിങ്ങൾ വിട്ടുതരും എന്നാലും. ഓക്കെ. ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട്, ബെഞ്ചാലി ഗ്രൂപ്പായിട്ടും കാസ് മൈൻഡ് കെയർ ഒക്കെ ആയിട്ട് നമ്മൾ തകർത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കോവിഡിൻ്റെ മുന്നേ. പിന്നെ കോവിഡിന് ശേഷം 1-2 സമയത്തായിട്ട് നമ്മൾ കൂടി ഉണ്ട് എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് പിന്നെ പറയാനുള്ളത്, റിയാദ് ഓഫ്ലൈൻ മീറ്റ് ആയാലും ദമാം ഓഫ്ലൈൻ മീറ്റ് ആയാലും ഒക്കെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പം ജിദ്ദ മറക്കല്ലേ? സോറി, നമ്പർ 1 മീറ്റ് അവിടെ. അതെ, ജിദ്ദ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സൈഫുഖാന്റെ ഒരു കാലുകുത്തലോട് കൂടിയാണ് നമ്മളിപ്പോൾ വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായത്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, പുതിയ മെമ്പേഴ്സായിട്ട് കിട്ടിയ നമ്മളെ മിലൻ സാബ് ഉണ്ട്. മിലൻ സാബ് അറിയുന്നത് ഒരു ഓൾറൗണ്ട്, എന്താ പറയാ, സോറി മാലിക് സോറി അത് വിട്ടുപോയതാ, അത് നോക്കണ്ട, അതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ മാലിക് സാബ് പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തും വർക്ക് ചെയ്ത് ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ പല രീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുതിയ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ വല്ലാത്ത സന്തോഷത്തിലാണ്, കാരണം അവരെ മീറ്റ് ചെയ്യാനും നമ്മൾ
കൂടുതൽ ഇടപഴകാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ നമ്മളെ അനീസ് ഭായിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ലിജിൽ പിന്നെ ലിജിൽ ഭായും അതുപോലെ തന്നെ നല്ല ഒരു പോസിറ്റീവ് അറ്റംപ്റ്റോടു കൂടിയാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇനി നമുക്ക് ഇവിടെ ഓഫ്ലൈൻ മീറ്റ് നടത്തണമെന്നും അങ്ങനെ ഒരു നമ്മളായിട്ടുള്ള ഒരു വൈബുള്ള ആളാണ്. പിന്നെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അയാൾ എന്താ അറിയില്ല, സലീംക്ക് എന്താണ് സൈഫുക്ക പേര്, എന്തായിരുന്നു, സലീം ഭായിനെ നമുക്ക് കിട്ടിയിരുന്നു. എന്നാ സലീം ഭായും സോറി ജലീൽ അല്ലേ. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഉടനെ ഞാൻ പിന്നെ എൻട്രി ഗ്രൂപ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജലീൽ ഭായും അങ്ങനെ നമുക്ക് പുതിയ ആളുകൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്, 2-3 ആളുകൾ. ഇനി പഴയ ആളുകൾ, ഗ്രൂപ്പ് നോക്കാത്ത ആളുകളുണ്ട്. കാരണം ഗ്രൂപ്പിന്റെ ആധിക്യം കൊണ്ട് മാറ്റിയിരുത്തി. പ്രത്യേകിച്ച് നമ്മളെ ഇടയ്ക്ക് മറ്റേ സലീം ഖാന്റെ ഒരു പാട്ടുണ്ടാവും, അക്കീം ഖാന്റെ ഒരു കഥ പറച്ചിലുണ്ടാവും. അങ്ങനെയൊക്കെ അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മളത് ഗ്രൂപ്പ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു വൈബുള്ള ആളുകളുമായിട്ട് കൂടി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൻ്റെ പ്രത്യേക ഉദ്ദേശമൊക്കെ അതുതന്നെയാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരെയും ഓരോരുത്തരെ തിരക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി വരുത്തി കൂട്ടുന്ന കുറേ എക്സ്ക്യൂസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത്. എന്നാലോ ഈ കണ്ടിന്യൂവേഷൻ ഇല്ലാതെയും ഇത് നടക്കാതെയും സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാതെ നമുക്ക് ഒരിക്കലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. സൈഫുക്ക, ഞാൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മളെ സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റം വരുത്തേണ്ട കാര്യം ജീവിതത്തിൽ എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ക്ലാരിറ്റി എവിടെയുണ്ടോ, ക്ലാരിറ്റി ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് മാത്രമേ ഒരു ഇന്നർ മോട്ടിവേഷൻ നമുക്ക് കിട്ടുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ട് മോട്ടിവേഷൻ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. സ്പീച്ചുകൾ കേട്ടിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോസ് കാണുമ്പോഴായാലും ഒക്കെ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അത് കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കണ്ടിന്യൂ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. എന്നാൽ വിത്തൗട്ട് കൺസിസ്റ്റൻസി ഒരിക്കലും നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ ഒരു മാറ്റം വരുത്താനോ നമുക്ക് കഴിയില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നെ നമ്മളെ പ്രൊഫഷനായിട്ട് ഇപ്പോൾ സൈഫുക്ക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പലരും പല രീതിയിൽ പ്രൊഫഷൻ ചെയ്യുന്നവരാണ്. പ്രൊഫഷണലി നമ്മൾ ഉഷാറാണ്, നമ്മൾ അതിൽ നമ്മൾ പുലിയായുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പ്രൊഫഷണലും കൂടി നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് നടന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ വീരാൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്, നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രമാണ് നമ്മളെ ആൾക്കാർ അറിയുന്നതും നമ്മളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതും. ഈ ഒരു ഭാഗത്ത് ഇപ്പം മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറയുന്നില്ല. ഇറങ്ങി തിരിക്കുമ്പോൾ ജാഫർ ഭായ് ഒരു വീഡിയോ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വീരാൻകുട്ടി വീഡിയോ കണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ അല്ലേ, ആ ഒരു രീതിയിൽ ആൾക്കാർ പ്രതികരിക്കൽ തുടങ്ങി നമ്മളതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള എന്താണ് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ക്ലാരിറ്റിയോട് കൂടി ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഇന്നർ മോട്ടിവേഷൻ കിട്ടുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിന് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു നമ്മളെക്കാൾ ക്വാളിറ്റി ഉള്ള ആളുകളുമായിട്ട് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. OQP എന്ന് എൻ്റെ മെൻറ്ററൊക്കെ പറയാറുണ്ട്. OQP എന്ന് പറഞ്ഞാൽ ഓൺലി ക്വാളിറ്റി പീപ്പിൾ. നമുക്ക് നമ്മളെ ചുറ്റിലും ഇപ്പം റൂംമേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സ് ആണെങ്കിലും ഒക്കെ പല രീതിയിലുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ അവരൊക്കെ നമ്മളെ ഒരു യഥാർത്ഥ ഫ്രണ്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ബന്ധം വേണം. നമ്മളെല്ലാവരുമായിട്ടും ബന്ധമുണ്ടല്ലോ, നാട്ടിലാണെങ്കിലും എല്ലാവരുമായിട്ടും നമ്മൾ ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യണം, അത് വേറെ സത്യം. പക്ഷെ അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതും അതുപോലെ നമ്മൾ കൂടെ കൂടുന്നതും വളരെ കെയറോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത്
എന്തിനെ ട്രിഗർ ചെയ്യുന്നോ ആ ട്രിഗർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രെയിൻ ആകർഷിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇപ്പോൾ ബാഡ് ഹാബിറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ് ആണെങ്കിലും, ബാഡ് ഹാബിറ്റ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കാനും ഒരു ഉള്ളിലൊരു ആഗ്രഹം. ആ ആഗ്രഹം എങ്ങനെ വരുന്നത്? ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന കടയുടെ അടുത്തുകൂടെ നമ്മൾ പോകുമ്പോൾ അത് സ്മെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ട്രിഗർ വരുന്നത്. നല്ല ടേസ്റ്റി ബ്രോസ്റ്റ് ആണല്ലോ, നമുക്കൊന്ന് പോയി കഴിക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ഹാബിറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ എൻവയോൺമെന്റിൽ ട്രിഗർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. മനുഷ്യ സഹജമാണ്, ഇതൊക്കെ മനുഷ്യ സഹജമാണ്. നമ്മൾ പിന്നെ ഒരിക്കലും നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കെട്ടേണ്ട ആവശ്യമല്ല. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഹാബിറ്റ് കൃത്യമായിട്ട് നമ്മളിലേക്ക് വരുള്ളൂ. ആ ഹാബിറ്റ് വന്നെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാനും നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഈ ഗ്രൂപ്പ്, ഇപ്പോൾ സെൽഫ് മാസ്റ്റേഴ്സ് പറഞ്ഞ ഗ്രൂപ്പ്, നമ്മളൊക്കെ ഏതാണ്ട് ഒരേ വൈബുള്ള ആൾക്കാരാണ്. പ്രൊഫഷണലി നമ്മളെ ഇപ്പം എന്നെക്കാളൊക്കെ നല്ല ഉയർന്ന തലത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളും പല രീതിയിലുള്ള ആളുകൾ നമ്മളതിലുണ്ട്. പക്ഷെ എല്ലാവരെയും ലക്ഷ്യം ഒന്നാണ്, എന്തെങ്കിലുമായിട്ട് ഇന്ന് നാം കാണുന്ന ആ ലൈഫല്ല, കുറച്ചും കൂടി നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഗ്രൂപ്പിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ അവസരങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാറി പറന്ന് കളിച്ചിരുന്ന ഒരാളാണ്. അതായത് ഒരു 10 വർഷത്തോളം എൻ്റെ സ്വന്തം ടാക്സി ആയിട്ടുള്ള എൻ്റെ അതേ എന്താ പറയുക, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമല്ലെങ്കിൽ റൂമിലിരിക്കുക, ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ നേരെ മറിച്ച് ഒരു കൂട്ടിലിട്ട തത്തമ്മൻ്റെ അവസ്ഥയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, അന്ന് എനിക്ക് മാറ്റങ്ങൾ വരുത്താനും എനിക്ക് വലിയ ഡെവലപ്പ് ചെയ്യാനും അന്ന് എനിക്ക് കഴിയുമായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ടൈമിംഗ് ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഇല്ല. ടാക്സി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. മറ്റുള്ളവർ വിളിക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ ഓട്ടം ഉണ്ടാവുക. ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല, ഊണുണ്ടാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ മോട്ടിവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു 10 വർഷത്തോളം. അത് ഈവൻ അറബി സംസാരിക്കുന്ന, ഇപ്പോൾ സെയ്ഫുക്ക പണ്ടേ പറയലുണ്ട്, നമ്മൾ അറബി സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള അറബി സംസാരിക്കണം. ഇപ്പോൾ എൻ്റെ റൂംമേറ്റ് ഉണ്ട്, ഒരു ബീഹാറിയാണ് ആള്. അയാള് ഞാനും കമ്പനിയിലുള്ള മാറ്റം എന്ന് പറയുന്നത്, അയാൾ ഇവിടുത്തെ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലിയർ അറബി അവന് സംസാരിക്കാൻ അറിയും. പക്ഷെ ഞാനും അവന് തട്ടിച്ചു നോക്കുമ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടില്ല. കാരണം കൂടുതലും നമ്മൾ സൗദി പിന്നെ സ്ത്രീകളായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തരുന്നത്, അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ നമ്മളുടെ സാഹചര്യം മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പോൾ ആ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ എപ്പോഴും നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഉയരുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന മേഖലയിൽ, അത് ഏത് മേഖലയാവട്ടെ, ബിസിനസ് ആവട്ടെ, ഇനി നമ്മളെ സെൽഫായിട്ടുള്ള നമ്മൾ സ്വയം, അതായത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ജോലിയാവട്ടെ, എന്തിലായാലും നമ്മളുടെ ആ സ്കില്ലിൽ നമ്മൾ ആക്റ്റീവാണ്, നമ്പർ 1 ആണ്, എന്നാൽ നമുക്ക് നല്ല അവസരങ്ങളുണ്ട്. ഈ ലോകപ്പ് അങ്ങനെയാണ്. നമ്മൾ ഏത് തലത്തിലും നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പിന്നെ നമ്മൾ വേണ്ടത് ശരിക്കുള്ള ചിന്ത, നമുക്ക് വേണ്ടത് ഇവാലുവേഷനാണ്. ഞാനിപ്പോൾ എവിടെയാണുള്ളത്, എൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ എവിടെയാണിപ്പോൾ ഉള്ളത്. അപ്പോൾ 0 to 10 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 0 to 10, 0 എന്ന് പറയുന്നത് എനിക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയും 10 എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച അച്ചീവ്മെൻറ്റിലേക്ക് ഞാൻ എത്തിയ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞാനിപ്പോൾ എനിക്കൊരു 5 മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 5 മാർക്ക് ഞാൻ ഈ 5 മാർക്കിലാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുമ്പോൾ മാത്രമേ എനിക്കത് 5-ൽ നിന്ന് 6-ലേക്ക് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ 6-ലേക്ക് ആവാൻ ഞാൻ 5-ലേക്ക് എത്തിയ അവസ്ഥയിൽ എനിക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ടോ ആ സ്കില്ലുകൊണ്ട് പോവില്ല.
6ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കണം. ആ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം എന്താ പറയുക, എത്രത്തോളം ഹൈ റിസ്ക് എടുക്കേണ്ടതുണ്ട്, അതായത് ഇപ്പം നിലവിലുള്ള ചെയ്യുന്നതിൽ നിന്ന് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്, അതായത് ഇപ്പം നമ്മൾ ഉള്ളൊരു അവസ്ഥ, ഇപ്പം നമ്മൾ സെൽഫ് മാസ്റ്റേഴ്സ് പറഞ്ഞ ഒരു ഗ്രൂപ്പിലുണ്ട്, നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരേ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇപ്പം ഞാൻ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇപ്പം നാളെ തളർന്നു പോണ ഒരു ഇതിലാണ്. പക്ഷെ പിന്നെ സൈഫുക്കയും കൂടി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഒന്നും കൂടി അത് ഉഷാറായത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, പ്രധാനമായിട്ടും പറയുന്നതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഈ ആഴ്ച മീറ്റിംഗ് വേണമെന്ന് സൈഫുക്കാണ് വന്നിട്ട് പറഞ്ഞത്. ഒന്നും കൂടി നമുക്ക് എന്തായാലും കൂടണം എന്ന്. ഞാൻ അത്ര അങ്ങോട്ട് ഒരു പോസിറ്റീവിലല്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ ട്രിഗർ കിട്ടിയപ്പോൾ എന്തായി, എന്തായാലും ഞാനും കൂടി അവിടെ വാഗ്ദാനം കൊടുത്തതാണല്ലോ, അപ്പം എന്തായാലും ഇറങ്ങണം എന്നുള്ള ചിന്ത വന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ഈ ഡെയിലി അല്ല എല്ലാ ആഴ്ചയിലും ഓൺലൈൻ ഇപ്പോൾ നമുക്ക് എവിടെ ഇരുന്നും നമുക്ക് കൂടാൻ പറ്റുമല്ലോ. ഈ ഓൺലൈൻ മീറ്റിംഗ് എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എല്ലാ ആഴ്ചയിലും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും അതിനനുസരിച്ച് ഉയരാനും വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടിരുന്നു, അതായത് എല്ലാവരും ഒരു ചാലഞ്ച് ഏറ്റെടുക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും ആ ഒരു ചാലഞ്ച് പേടിച്ചിട്ടാണ് വരാണ്ട് നിൽക്കണേ എന്നുള്ളത്. ചില ആൾക്കാരൊക്കെ ഇപ്പം ഓൺലൈനല്ലേ, ആർക്കും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ പിന്നെ എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മളെ റൂമിൽ തന്നെ ഇരുന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാവരും കേട്ട് അങ്ങനെ അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മളെ ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് ആവണം. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാ സപ്പോർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന് പിന്നെ എന്താ പറയുക, തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ. എല്ലാവിധ നന്ദിയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് സംസാരിക്കാൻ സൈഫുക്ക നിങ്ങളെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജാഫർ ഭായ്. കേൾക്കുന്നില്ലേ? പിന്നെ ജാഫർ ഭായ്ക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അത് നോക്കിയില്ല. നിങ്ങൾ വിട്ടാൽ ഇത് പിന്നെ ക്ലൗഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചുതരാം. ഓക്കെ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന്റെ ലിങ്കിനുള്ള ടെസ്റ്റ് ലിങ്ക് വരെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഹക്കീം ഭായ് പറയുന്നത് എനിക്ക് ലിങ്ക് കയറാൻ കഴിയുന്നില്ല എന്ന് അറിയുന്നുണ്ട്. അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ കയറാൻ എന്തെങ്കിലും പ്രശ്നം നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇപ്പൊ നേരം വൈകില്ലേ? അതെ, ഇപ്പൊ കഴിയില്ലല്ലോ. ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇന്നലെ ടെസ്റ്റ് ലിങ്ക് ഇട്ടത്. കാരണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സൗണ്ട് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. ഒന്നുകൂടെ ദമാമ് കണ്ടിട്ട് ബാക്കിയിട്ട് ഇനി നമുക്ക് എന്തായാലും ഏകദേശം 100ന്റെ അടുത്ത ആളുകളുടെ ഗ്രൂപ്പാണത്. നമ്മളിത്ര 95 ആളുകളുണ്ട്. എങ്ങനെ നമുക്ക് ഒന്നുകൂടെ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ ഉഷാറായിട്ട് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും വിരാട് സാഹിബിനെ കണ്ടിട്ട് കുറെ കാലമായി. റിയാദിൽ പ്ലാൻ ചെയ്യണം കേട്ടോ. അടുത്ത് തന്നെ നമുക്ക് റിയാദിൽ പ്ലാൻ ചെയ്യണം. കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തത്, പക്ഷെ അതിന്റെ വെന്യൂ ശരിയാകാത്തോണ്ട് ഇങ്ങനെ ഒന്ന് മാറിയതാണ്. ഹക്കീം ഭായ് എത്തിക്കഴിഞ്ഞു. ഹക്കീം ഭായ് ഉറക്കൊക്കെ വിട്ട് വരുന്നുണ്ട്. എഴുതിക്കണോക്കി ഗോൾഡ് ഹക്കീമാണ്. അത് ശരിക്കും ഞാൻ ഡയമണ്ട് ആക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗോൾഡ് അല്ല, പ്ലാറ്റിനം. അതെ, ഡയമണ്ട് എന്തൊക്കെ ആക്കണം. കേൾക്കുന്നുണ്ടാവോ? ഓക്കെ, സൈഫുക്ക രണ്ടു വാക്ക് സംസാരിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഒരു പിന്നെ അപ്പോളജി ഉണ്ട്. ഞങ്ങൾക്ക് എനിക്കും മാലിക്കിനും 9:30 ഒരു മീറ്റിംഗ് ഉണ്ട്.
അപ്പൊ ഞങ്ങള് കുറച്ച് കഴിഞ്ഞാൽ ലീവ് ചെയ്യും. നിങ്ങൾ തുറന്നു പോയിക്കോളൂ, വിഷയമല്ല. ഞങ്ങൾക്ക് പോകേണ്ട ഒരു ഇന്നലെ ഞങ്ങൾ ഇതിങ്ങനെ പ്ലാൻ ചെയ്തത് നമുക്ക് ഏകദേശം 1 മണിക്കൂർ ഇരിക്കാം, അത് കഴിഞ്ഞാൽ പോകാന്നുള്ള പ്ലാനാണ്. നമ്മൾ തുടങ്ങാൻ തന്നെ കുറച്ച് വൈകിയോണ്ടാണ്. ഓക്കെ, ഞാൻ എന്നാല് ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ഇവിടെ ജിമ്മിൽ പോണ ആരെങ്കിലും ഉണ്ടോ? ജിമ്മിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? പോകുന്ന ആൾക്കാരില്ല, പക്ഷെ ഇല്ല. ഇവിടുന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ട്, മതി. നമുക്കത് ജിമ്മിൽ പോകുന്നതിൽ ജിമ്മിൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് അല്ലേ? അതെ. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിന് കൂടെ ഒരു എക്സസൈസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ള ചെറിയ ഒരു ബ്രെയിൻ ജിമ്മായിട്ട് നമുക്കൊന്ന് ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാം. എല്ലാവർക്കും നേരെ ഇരിക്കാൻ കഴിയില്ലേ? അനീസ്, ലിജിൽ, ഹക്കീം ഭായ്, നിങ്ങളെ ക്യാമറ ഒക്കെ ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് കാണായിരുന്നു. ഞാൻ കാണില്ല. നിങ്ങളെ ക്യാമറ ഓൺ ആക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് തുടങ്ങാം. ഒരു കൈ കൊണ്ട് നിങ്ങളുടെ തലയിൽ മെല്ലെ അടിച്ചു നോക്കൂ. മെല്ലെ തലയിൽ അടിക്കാൻ. ഓക്കെ, പോസ് ചെയ്തോളൂ, നിന്നോളൂ. ഇനി അടുത്ത കൈ കൊണ്ട് നിങ്ങളുടെ വയറിൽ ഒന്നിങ്ങനെ റൗണ്ട് ആയിട്ട് തടവുക. റൗണ്ട് ആയിട്ട് വയറ്റിൽ തടവുക. ഓക്കെ ആണോ? അനീസ് റെഡി ആണ്ടോ? കാണുന്നുണ്ട്. രണ്ട് കാര്യം ഒപ്പം ചെയ്ത് നോക്കും. തലയിൽ മെല്ലെ അടിക്കുക, വയറിൽ മെല്ലെ തടവുക. തടവല്ല, ഒന്ന് അടിക്കുക, ഒന്ന് തടവുക. തലയിൽ അടിക്കും ചെയ്യാ, വയറ്റിൽ തടവും ചെയ്യാം. കുറച്ച് ആക്ഷൻ ഒക്കെ മാറുന്നുണ്ട്. അതാണ് നമ്മൾ ബ്രെയിൻ ജിമ്മാണ്. നമ്മൾ ജിമ്മ് തുടങ്ങുന്ന സമയത്ത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ശരിയായി പോണം. ഞാൻ എന്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ കാണണ്ടോ? മെല്ലെ ചെയ്താൽ അതെന്താ വെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ട് കൈയിന്റെ രണ്ട് പ്രവർത്തനമാണുള്ളത്. ഇത് നമ്മുടെ ബ്രെയിന് അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ്. നമ്മള് ഇതേപോലെ ബ്രെയിൻ ജിമ്മുകൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ നമ്മൾ കരുത്തിന്റെ അപ്പുറം നമ്മുടെ ബോഡിക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ബോഡിയെ നമ്മൾ ജിമ്മിൽ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്ന പോലെ നമ്മളെ ബ്രെയിനിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. ഇനി വേറെ ഒന്ന് ചെറുത്. ഒരു കൈ കൊണ്ട് വിക്ടറി, ഒരു കൈ കൊണ്ട് സൂപ്പർ. ഒരു കൈ വിക്ടറി, ഒരു കൈ സൂപ്പർ അല്ലെ? ഇനി അത് നേരെ തിരിച്ചു വെക്കുക. ഒരു കൈ വിക്ടറി, ഒരു കൈ സൂപ്പർ. തിരിച്ച് അതേപോലെ. ചെറിയ ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടാവുന്ന വിഷയമല്ല, നോ പ്രോബ്ലം. പക്ഷെ അത് മൈൻഡ് രണ്ടും ഒരേ സമയം രണ്ട് കൈയിലേക്ക് ഒരേ ടൈം പോകണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഒരേപോലെ ശരിയല്ല സാറില്ല, അത് നിങ്ങളത് ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു കൈ വിക്ടറി, ഒരു കൈ സൂപ്പർ. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇങ്ങനെ ചെയ്യാം. തുടക്കത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, ക്ലിയർ ആയി വന്നോളൂ. അങ്ങനത്തെ നമ്മൾ ജിമ്മ് പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യത്തിന് ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് നമ്മളെ വയറൊന്നും ചെറുതായി വിടുമല്ലോ. ഇത് ഞങ്ങള് സൂപ്പറിന്റെ മുകളിൽ പോവാണ്. സിനിമയിൽ ഇങ്ങനെ ഒരു ചങ്ങായില്ല, എന്തായാലും ഇപ്പൊ പേര് നരേന്ദ്രപ്രസാദ്. ഇല്ല, അതൊരു നമുക്ക് നമ്മുടെ ബോഡിക്ക് ജിമ്മിൽ പോയി കിട്ടുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മളെ ബ്രെയിനിന് പവർ കിട്ടും. ചെറിയൊരു ഇത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് മാലിക്കിന് മൈക്ക് കൈമാറാം. അതിനുശേഷം ഞങ്ങൾക്ക് ലീവ് ചെയ്യേണ്ടത് കൂടെ ഉണ്ട്. മാലിക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ.
ഓക്കെ. സോ നമ്മുടെ ചലഞ്ച് എന്താണ്? എന്തെങ്കിലും പറയാന്നല്ലോ, ലൈഫ് എക്സ്പീരിയൻസ് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, വടവർ. ഓക്കെ. അപ്പൊ ഞാൻ സൗദിയെ പറ്റി പറയാം. എന്തായിരുന്നു സൗദിയെ പറ്റി കാഴ്ചപ്പാട്? ഇപ്പൊ എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്നത് ഈ ആഫ്റ്റർ 2 weeks? അത് പിന്നെ കേൾക്കാമല്ലോ. ഇംഗ്ലീഷിൽ സംസാരിക്കാം. രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉണ്ടോ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് വരികയാണ്? ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് സൗദി അല്ല, അറേബ്യയിൽ. ആദ്യമായിട്ടല്ല, ഞാൻ ഉംറയ്ക്ക് വന്നിട്ടുണ്ട് 2 പ്രാവശ്യം. പിന്നെ ഇപ്പൊ ജോലി മാലിക് സാബ് ഇംഗ്ലീഷിൽ സംസാരിക്കോ കുറച്ച്? അതായത് ഒരു അത് വേണോ? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അങ്ങനല്ല, നിങ്ങളൊന്ന് പറയും, ഓക്കെ. നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. Speaking English is not inspiration. Language is to communicate. Yeah. So what I speak and what you understand is the main point. Yeah. Correct. Now, language can influence. Every language brings a social context. Correct. So അതുകൊണ്ട് I'm not okay. English is not something. It's just a professional language for professional purpose. And mother tongue, മാതൃഭാഷ തന്നെ എപ്പോഴും സ്വീറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. സോ ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണോ അതോ ഇനി മലയാളം സംസാരിക്കട്ടോ? മലയാളത്തില് അക്കീം ഭായിന്റെ റിക്വസ്റ്റ് അങ്ങനെയാണ്. ഓക്കെ, ഗുഡ്. ആദ്യം ഞാൻ പറയാം, ഞാൻ നേരത്തെ സൗദിയെ പറ്റി പല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്തിട്ട് ഖത്തറിലൊക്കെ വന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സൗദിയെ പറ്റി പറയുമ്പോ എന്താ പറയാ, ട്രാഫിക്കിൽ പോകുമ്പോ സൗദിക്കാരൻ വന്ന് നമ്മുടെ കാറിൽ മുട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ചോദിക്കാൻ പോയാൽ സൗദി ചവിട്ടത്തെ കടിച്ച്, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു 10 years അല്ലെങ്കിൽ ഒരു 15 years മുമ്പ് നടന്ന കാര്യമാണ്. എനിക്ക് അങ്ങനെ സൗദിയെ പറ്റി വലിയ കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. പിന്നീട് സൗദി നോബഡി ടോക്ട് അബൌട്ട് ഗ്രേറ്റ് അബൌട്ട്. അപ്പൊ അത് എനിക്കെന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ എയർപോർട്ടിൽ പോയാലും എനിക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. അങ്ങനെ പോകുന്ന ആളാണ്. അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ഒന്നും ചെയ്യാറില്ല. എവിടെയും പോകണമെങ്കിൽ അവിടെ പോയിട്ട് ഒന്നല്ലെങ്കിൽ പള്ളിയിൽ പോകും. അത് US-ലായാലും എവിടെയായാലും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാലും നമുക്ക് സേഫ്റ്റി നെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാവും. അവിടെ പോയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ പല പ്രോജക്റ്റിന് പോകുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് ലോകത്ത് എവിടെയും. ഇവിടെ വരാനാണ് എനിക്ക് ആകപ്പാടെ പേടി ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ അറ്റ് ദിസ് ഏജ് വി ഡോണ്ട് വാണ്ട് ഒരു ഫിസിക്കലി ഒരു മെന്റലി ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വല്ല ഫീൽ ചെയ്യൂലേ, ലൈക്ക് യു ഡോണ്ട് വാണ്ട് സമ്മൺ ടു ഹേർട്ട് us, റൈറ്റ്? ആ ഒരു ഇത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നമ്മുടെ സേഫ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. പക്ഷെ അതൊന്നുമില്ല, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഐഡിയ. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്ക് ദുബായിയെക്കാട്ടിലും ഖത്തറിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം സൗദിയാണ്. റീസൺ, ഒരു ഭയങ്കര സ്പേഷ്യസ് ആണ് റോഡൊക്കെ. നമ്മൾ പറയില്ല ഒരു ഗ്രാൻഡ് ഓൾഡ് സിറ്റി എന്നൊക്കെ പറയുമല്ലോ, ഒരു റോയൽ. കാരണം അത്രയ്ക്ക് സ്പേഷ്യസ് ബിൽഡിങ്സ് ഒക്കെ ആ ഒരു ഘട്ടമുണ്ട്. ആൻഡ് ലൈക്ക് ഐ ഫീൽ റിയലി ഗ്രേറ്റ്. ഭയങ്കര ഇപ്പൊ ദോഹയൊക്കെ പണ്ടൊക്കെ ഞാൻ ദോഹയിലുണ്ട്, പിന്നെ പോയിട്ട് തിരിച്ച് ദോഹ വന്നാലും വളരെ ഫാസ്റ്റർ ലൈഫൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ നമ്മളെല്ലാരും പുറത്തെ ആൾക്കാർ ഇവിടെ കാശുണ്ടാക്കാൻ വരുന്നു, കുറച്ച് ഡീസെന്റ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യണം. അപ്പൊ നോക്കുമ്പോ എനിക്ക് സൗദി ഈസ് റിയലി ഗ്രേറ്റ്. പിന്നെ ഞാൻ സൗദി ആൾക്കാരുമായിട്ട് ഇന്ററാക്ഷൻ എനിക്ക് വന്നിട്ടില്ല. ബട്ട് ഐ ഡോണ്ട് നോ. ബട്ട് ഐ തിങ്ക് പ്രത്യേകിച്ച് സൗദിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയുള്ള അവരിപ്പോ ഒരു കോമ്പറ്റീഷൻസ് ഫ്രീയിലാണ് ഉള്ളത്. കാരണം ജോബിന്റെ ആയാലും ഇതിന്റെ ആയാലും. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വരുമ്പോഴേക്കും ആൾക്കാർ അഡോപ്റ്റ് ചെയ്യും. ദേ വിൽ അക്സെപ്റ്റ് ദ ചേഞ്ച്. അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. ബട്ട് ഇൻ നട്ട്ഷെൽ എനിക്ക് സൗദി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ താങ്ക്സ് ടു സൈഫുള്ള ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ. പിന്നെ നമ്മുടെ മന്തി ആയാലും ബെസ്റ്റ് മന്തി സ്റ്റോർ, മട്ടൻ ബിരിയാണി ആണെങ്കിലും ബെസ്റ്റ് മട്ടൻ ബിരിയാണി സ്ഥലം. ഇപ്പൊ എന്റെ ചോയ്സ് വാസ് നോട്ട് റോങ്. ഞാൻ ഒരു 6 മാസം ഞാൻ വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല. ഞാൻ 6 മാസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൗദി വരാൻ വേണ്ടി. ഇനി മലൂസുണ്ട് ബാക്കി, അത് നാളെ കഴിക്കണം. അത് നാളെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നാളെ പോകുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാരും കണ്ടപ്പോഴും എനിക്ക് തോന്നി ഓക്കെ, നമുക്ക് നമ്മളൊരു സ്ഥലത്ത് സിറ്റി പോയി കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറയും. നമ്മളിപ്പോ കുടുംബക്കാരുടെ അടുത്ത് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നമുക്ക് തോന്നില്ലേ? അത് നമ്മുടെ ഒരുപാട് സ്ട്രെസ് ഒക്കെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അലിവിയേറ്റ് ചെയ്യും. നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, ആങ്സൈറ്റി ഉണ്ടാവില്ല. അപ്പം എനിവേ സൈഫുള്ള ഹാസ് ബീൻ ഒരു ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഫോർ മീ. ആ ഒരു ആങ്സൈറ്റി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങളെയൊക്കെ കണ്ടു, ദമാമി വന്നു, എല്ലാരും എല്ലാവരും നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. ഓക്കെ, ഫൈൻ, അൽഹംദുലില്ലാഹ്, ഗുഡ്. സോ ഐ എം ഫീലിംഗ് സോ റിലാക്സ്ഡ്. താങ്ക്സ് ഫോർ യു ഗൈസ്. അതാണ് ഷെയർ ചെയ്യാനുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പോ നെക്സ്റ്റ്
ഷാലു ഷാലു നമ്മളെ പഴയ എന്നാൽ എല്ലാ രീതിയിലും നമ്മളെ ബെസ്റ്റാണ്. ഇപ്പോ ആദ്യം റിയാദിലുണ്ടായിരുന്നു, ഫസ്റ്റ് പിന്നെ കുവൈത്തിലായിരുന്നു, പിന്നെ റിയാദിലേക്ക് വന്ന്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ദുബായിലാണുള്ളത്. പക്ഷെ റിയലി മിസ് യു എല്ലാ സമയത്തും. പിന്നെ ഇപ്പോൾ അങ്ങനെ കാണാറില്ല, പഴയ പ്രൊഫഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് തിരക്കിലാണ്. ഏതായാലും അപ്പോൾ ഷാലുവിനെ ഇൻവൈറ്റ് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. ഷാലു എന്തെങ്കിലും നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഓ താങ്ക് യു ജാഫർക്ക, താങ്ക് യു സൈഫുക്ക. എനിക്ക് മറ്റുള്ളവരെ ഒന്നും അധികം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഏകദേശം 6 വർഷം മുൻപാണ് ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ ടീമൊക്കെ വെച്ച് നല്ല ഇതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യം ഈ ഒരാഴ്ച കൊണ്ട് ഗ്രൂപ്പൊക്കെ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്നതും നിങ്ങളൊക്കെ അവിടെ ഒത്തുകൂടിയതൊക്കെ കണ്ടപ്പോൾ എനിക്ക് റിയലി മിസ് ചെയ്യും. ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഞാൻ ഒരു 1.5 വർഷമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കരിയർ ബേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ജാഫ്രിക്ക തുടക്കത്തിൽ പറഞ്ഞല്ലോ ക്ലാരിറ്റി എന്നുള്ളൊരു കാര്യം. ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അതായത് എപ്പോഴും ഈ പുസ്തകങ്ങൾ വായിക്കുക, ഇതുപോലെ ക്ലാസ്സുകൾക്ക് പോവുക. നമ്മളവിടെ ക്ലാസ്സുകൾ കൂടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് സൈഫുക്കായോടും ജാഫ്രിക്കായോടും ചോദിക്കും, എനിക്കൊരു അവസരം അവിടെ തരണം, എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തരണം. അപ്പൊ അതിനെന്താ ഷാലു പോന്നോളൂ എന്ന് പറഞ്ഞ് എന്താ ന്യൂ സഫ മക്ക മാള് ഹാള് അല്ലേ? ഇപ്പോഴും ഞാനത് ഒരിക്കലും മറക്കില്ല. ഓർക്കുന്നുണ്ട്. അദീബിന്റെ ഒരിക്കലും ഞാനത് മറക്കത്തില്ല. എന്റെ ഒരു തട്ടകമായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ കട്ടിലിന് കീഴിലോട്ട് ഒളിച്ചോടുന്ന ഒരു സ്വഭാവമായിരുന്നു പണ്ട് പോലെ, കുഞ്ഞുനാൾ പോലെ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഞാൻ അവിടെ വന്നു, ഈ നമ്മുടെ ബെഞ്ചാലി ഗ്രൂപ്പ്, അന്ന് ബെഞ്ചാലി എന്നായിരുന്നല്ലോ പേര് അല്ലെ, കാശ്മീർ കെയർ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ സെൽഫ് മാസ്റ്റേഴ്സിലൊക്കെ മാറിയത്. അപ്പൊ അന്ന് അത് എനിക്ക് തന്ന എന്റെ ഒരു വിളനിലം. എനിക്ക് അവിടെ എന്താ പറയാ, എത്രത്തോളം എനിക്ക് പെർഫോം ചെയ്യാമോ അതിനുള്ള ഒരു നമുക്ക് എന്താ പറയാ, എത്ര കഴിവുണ്ടെങ്കിലും നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അതിനുള്ള ഒരു ക്യാൻവാസ് ഇല്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റില്ല. അതിന് പറ്റിയൊരു ക്യാൻവാസ് ആയിരുന്നു ആ സൗദി, അതുപോലെ തന്നെ ആ ന്യൂ സഫ മക്ക ഹാൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടേറെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കരിയറുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ഞാൻ എൻ്റെ ജോബിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് ഇതിനോടാണ് പാഷൻ. എൻ്റെ ഒരു അഭിനിവേശം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനോടാണ്. അപ്പോൾ ഞാൻ അതിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്തിടെ ഇങ്ങനെ നിങ്ങളെല്ലാവരോടും ഒത്തുകൂടുന്നേ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഒരിക്കലും മറക്കാൻ എനിക്ക് ഒട്ടും കഴിയാത്ത, എപ്പോഴും ഞാൻ ജാഫ്രലിയായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ മെസ്സേജ് അയക്കും. കാരണം ഇടയ്ക്കൊക്കെ ഞാൻ ജാഫ്രലിയുടെയും ഈ സൈഫുക്കയുടെയും മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിഞ്ഞു മാഞ്ഞു പോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കുകൊണ്ടോ ഒക്കെ ഒരു വഴിത്തിരിവായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതൊരിക്കലും ഞാൻ മറക്കുകയില്ല. മറ്റുള്ളവരെ എനിക്ക് അത്ര പരിചയമില്ലാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഞാൻ എന്തായാലും ഇതുപോലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിൽ ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ മീറ്റിംഗ് കൂടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇടയ്ക്കൊക്കെ ഓഫ്ലൈൻ മീറ്റുകളോ നിങ്ങൾ അങ്ങനെ കൂടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എന്നാലേ നമുക്കൊരു ഇന്നർ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഗ്രൂപ്പ് തീർച്ചയായിട്ടും എന്താ പറയാ, തീർച്ചയായിട്ടും ഒട്ടുമിക്ക എല്ലാ ഗ്രൂപ്പുകളും ഇങ്ങനെ ചത്തു കിടക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കൂടിയിരുന്ന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് പീപ്പിൾ എന്ന് പറയും. അതും ഇക്ക തുടക്കത്തിൽ പറഞ്ഞതാണ്. നമുക്ക് എല്ലാവരും വേണം, വേണ്ടാന്നല്ല. പക്ഷെ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കേണ്ടത്, ഇപ്പം നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇവിടെ ഒരു വൈബുണ്ട് അല്ലെ? മദ്യപിക്കുന്ന ആളുകൾ കൂടിയിരിക്കുമ്പോൾ അവിടെ ഒരു വൈബുണ്ട്, എല്ലായിടത്തും ഒരു വൈബുണ്ട്. ഇപ്പം ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള വൈബുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുൻപോട്ടുള്ള ഒരു ജീവിതത്തിനൊരു ക്ലാരിറ്റി നൽകുന്ന ഒരു സ്പേസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലൊരു സ്പേസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് ഏറ്റവും മനോഹരമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുവാനുള്ള കുറെ ആളുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം എന്താ പറയാ, എല്ലാ ദിവസവും നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദിവസങ്ങൾ. ആ യാന്ത്രികതയല്ല വേണ്ടത്, പുതിയ കാര്യങ്ങൾ, നമ്മുടെ ബ്രെയിനിന്റെ ഒരു പവർ അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയണം. ഇപ്പൊ ഞാൻ ഈ ജിമ്മിലൊക്കെ ഇപ്പൊ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. നേരത്തെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അല്ലെ പകുതിക്ക് വെച്ച് നിർത്തിക്കൊണ്ടിരുന്ന കാര്യം ഇപ്പം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാണ്. എന്നാൽ അതിന്റെ ഇടയിൽ ഈ മീറ്റിംഗ് വെച്ചപ്പോൾ എനിക്ക് അതിനേക്കാൾ ഒരു വലിയ സന്തോഷം തോന്നി. അതിപ്പോ അത് നിർത്തിയിട്ട് പകുതിക്ക് നിർത്തി വെച്ചിട്ട് ഞാൻ പുറത്ത് വന്നതാണ്. അകത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും.
അപ്പൊ അതിനൊക്കെ എന്നെ സഹായിച്ചത്, ഞാനത് പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തായിരുന്നു അവിടെ വെച്ച് എന്റെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ അങ്ങോട്ട് തന്നെ അവസരങ്ങൾ ചോദിച്ചു, അവസരങ്ങൾ എനിക്ക് കിട്ടി, ഇപ്പോഴും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈനിലൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ എനിക്ക് വിളനിലമായിട്ട് മാറിയത് ആ സൗദി അറേബ്യ തന്നെയാണ്. ഒരുപാട് നന്ദി കേട്ടോ. ഇതിലും വലുതൊന്നും നമുക്കൊന്നും കിട്ടാനില്ല ഷാലുഭായി. തീർച്ചയായിട്ടും അത് ഈ ഈ- മീറ്റിംഗ് കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്റെ കണ്ണിന് അല്പം കണ്ണുനീര് പൊടിഞ്ഞു എന്ന് വേണമെങ്കിലും പറഞ്ഞു കേട്ടോ. അതിലും പുകഴ്ത്തലൊന്നും ഉദ്ദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അതുകൊണ്ട് ഗതി അറിയാൻ തീർച്ചയായിട്ടും അലഞ്ഞു അതുകൊണ്ടാണ് ആ, നമ്മള് ആ, ഓൺലൈന് മീറ്റിംഗ് എല്ലാ ആഴ്ചയിലും കൂടണം എന്ന് പറയാൻ കാരണം ഇപ്പോ ആ, നമ്മളെ ഹക്കീം ഭായി ജിദ്ദേന്നാണ്, പിന്നെ വീരാൻകുട്ടിയും സൈഫുക്കൊക്കെ റിയാദിലാണ്. ഞങ്ങൾ അനീസ് ഈ ലീജില് ഇവരൊക്കെയാണ് ദമാമിലുള്ളത് ഇപ്പൊ നിലവില്. അപ്പൊ ആ. നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആഴ്ചയിൽ എല്ലാവർക്കും എല്ലാ സമയത്തും വരാൻ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും കൂടാലോ. അപ്പൊ എല്ലാ 5 പേരെങ്കിൽ ആഴ്ചയിലും 5 പേര്, 10 പേരെങ്കിൽ 10 പേര്. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അതെ പറയുന്നത് അതെ വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വിചാരിച്ചതെല്ലാം നടക്കുമല്ലോ. ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രൂവ് ചെയ്തില്ലേ ഇത്? തീർച്ചയായിട്ടും വേണം വെച്ചാൽ തീർച്ചയായിട്ടും. നടക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ, വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു ഒരുപാട് സോ മച്ച്. സന്തോഷം കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ഹക്കീം ഖാ ഉറങ്ങാൻ പോവാണ്ടാവും ചിലപ്പോ. ഹക്കീം ഖാനെ വിളിക്കാണ്. പകുതി 2 വാക്ക് എനിക്കെന്താ അറിയോ, എനിക്ക് ഇനി പറയാനൊന്നുമില്ല, ഞാനൊക്കെ പറഞ്ഞു തീർന്നതല്ലേ. എന്താ ബ്രഹ്മാവിന് ആയുസിൽ പഞ്ഞു വെച്ചു, നിങ്ങൾക്ക് പറച്ചിലാണ് ബാക്കിയുള്ളത്, അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കല്ലേ. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു തീർന്നതല്ലേ, ഇന്നലെ വരെ ഇല്ലതൊക്കെ പറഞ്ഞു തീർന്നിരുന്നു. പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് വേണം, അതുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പോ വളരെ സന്തോഷം, നിങ്ങൾ ജോയിൻ ചെയ്തില്ല, നമുക്ക് വളരെ സന്തോഷം. നിങ്ങളെ ഓക്കെ. കാണാൻ പറ്റി. ഇങ്ങനെ ഒരു ഡയറക്റ്റ് കാണൽ ഇപ്പോ എന്താ പറയാ, ഓൺലൈനിലല്ലേ ഇപ്പൊ നടക്കുള്ളൂ. ഇനിയിപ്പോ ഓഫ്ലൈനിൽ നമ്മൾ അതെ വന്ന് അതെ കണ്ടിട്ട് വേണല്ലോ. ഏതായാലും അതെ സന്തോഷം. അതെ. അതാണ് എല്ലാരും ഒന്ന് കാണാനാ എണീറ്റ് വന്നത്. ശരിക്കും 10 മണി വരെ ഉറങ്ങണതാണ്. അതെ അതെ തീർച്ചയായിട്ടും. ശരി. എന്നാ ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നാ വീരാൻകുട്ടി വായി 2 വാക്ക് സംസാരിക്കൂ. ഹലോ, കേൾക്കണ്ട? ആ കേൾക്കാം. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പറയാനുള്ളതൊക്കെ ജാഫർ ഭായും പിന്നെ സേഫ് ഭായി ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സത്യത്തില് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹെൽത്തിന്റെ ഒരു ക്ലാസ് കണ്ടിരുന്നു. അപ്പൊ അതിന് പോകണം എന്ന് മാനസികമായിട്ട് തീരുമാനിച്ചു. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു മലപ്പുറം ഗ്രൂപ്പിൽ വന്നായിരുന്നു. ക്ലാസ് എടുക്കുന്ന ആളെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അപ്പം ഏതായാലും അതിന് പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്നിരുന്നു. അതിലാണ് ഈ ഒരു ഇത് കണ്ടത്. പക്ഷെ അപ്പോഴും 100% ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. വേണോ വേണ്ടേ, അപ്പൊ അതേതായാലും അത് മിസ്സായി. ഇനിയിപ്പോ ഇത് വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു ഇതിലാണ്. സത്യത്തില് 8:30 ഞാനുണ്ട്. പിന്നെന്ത് ചെയ്താണ് ഏതായാലും കയറുക. പക്ഷെ കയറിയപ്പോഴാണ് കയറിയിട്ടില്ലെങ്കിൽ അത് നഷ്ടമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഓരോ വൈബുണ്ട്. നമ്മൾ നേരത്തെ സെൽഫ് മാസ്റ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് വരല്, അതിനെക്കുറിച്ച് സംസാരിക്കല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഏകദേശം ഒരു 95 ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും, ബാക്കി കംപ്ലീറ്റ് സൈലന്റാ. അപ്പൊ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ ഈ ആളുകളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് താല്പര്യമുള്ള ആളുകളെ നിർത്തിയിട്ട് നമുക്ക് ഒന്നുകൂടി ആക്റ്റീവ് ആണ്. ഈ ആഴ്ചയിലുള്ള മീറ്റിങ്ങിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം എല്ലാവരും ഓരോ ബിസിയിലായിരിക്കും. മാസത്തിലൊരിക്കെങ്കിലും നമ്മളൊരു കൂടുന്നൊരു മെത്തേഡിലേക്ക് മാറുക. അങ്ങനെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേം കൂടെ ഒരു എഫക്റ്റീവ് ആവും. മറ്റേതൊരു 3-4-5 ആളുകൾ ആരാണ് ഒഴിവുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യും. മറ്റേ നമ്മൾ മന്ത്ലി വൺസ് ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒഴിവുണ്ടാക്കും. ഒരു മാറ്റമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ദിവസം മാസത്തിൽ ഇപ്പോൾ ലാസ്റ്റത്തെ വെള്ളിയാഴ്ച അല്ലെ തുടക്കത്തിലെ വെള്ളിയാഴ്ച ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഓക്കെ, ആ വെള്ളിയാഴ്ച ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സിൽ സെറ്റാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഷാർപ്പ് ടൈമിന് എത്രയാണോ ഉള്ളത് അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താണെങ്കിലും സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ വന്ന ആളുകളൊക്കെ എന്താണെങ്കിലും അന്നും വരും. നല്ല സബ്ജക്റ്റുകളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 1-2 ആളുകൾ ഒരു 10 മിനിറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ആളുകൾ എന്താണോ ജനറലായിട്ട് പറയാനുള്ളതും പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേം കൂടെ എഫക്റ്റീവ് ആവും എന്നൊരു തോന്നലുണ്ട്. പിന്നെ എല്ലാവരും ബിസിയാണ്. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ തിരക്കാണെന്ന് പറയാൻ ഒരു 100 കാരണങ്ങൾ ഉണ്ടാവും. സത്യത്തില്
സേഫ് ബായ് ഞങ്ങളൊക്കെ റിയാദിലാണ്. ഞങ്ങൾ പലപ്പോഴും ആക്സിഡന്റലി പല സ്ഥലങ്ങളിലും കാണാറാണ്. പർപ്പസ്ഫുള്ളി ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ജിദ്ദ വിട്ടോടുകൂടി എൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാല് ജിദ്ദന്ന് വളരെ ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോഴും ബിസി ആയിരുന്നു. റിയാദിലേക്ക് ഒരു 6 മാസം എന്നുള്ള കൺസെപ്റ്റിൽ പോകുന്ന, അതുകൊണ്ട് തന്നെ തിരിച്ച് ജിദ്ദയ്ക്ക് പോകാനുള്ള ഒരു ത്വര ഒരുപാട് കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ കാണണമെങ്കിൽ ഒന്ന് നമ്മുടെ നാട്ടുകാർ ഇവിടെ കുറവാണ്, ഒരു 35-40 കിലോമീറ്റർ നമ്മൾ പോകണം. ഞാൻ പറയാം 35-40 കിലോമീറ്റർ മക്കന്ന് പോയാൽ അത്രയും കൂടി പോയാലോ, ജിദ്ദന്ന് പോവാണെങ്കിൽ അത്രയും കൂടി പോയാൽ മക്കത്ത് പോയി ഉംറ ചെയ്ത് പോരാറി. അപ്പൊ അത് ജിദ്ദന്ന് ഇങ്ങോട്ട് മാറിയപ്പോ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം. ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ നേരത്തെ ഒക്കെ ബത്തയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരായിരുന്നു. ഇപ്പൊ അത് മാറി, അടുത്തായി. ഇപ്പൊ ബത്താന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു 10-15 മിനിറ്റ് എന്നുള്ളത് ഒരു വിഷയമല്ല. നേരത്തെ 15 മിനിറ്റ് ജിദ്ദയിലുള്ള ആ കൺസെപ്റ്റ് വെച്ചിട്ട് 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടൈമാണ്. അത് മാറി. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവിടെ പൊതുവെ ആളുകളായിട്ട് ഇപ്പോഴും അങ്ങ് 100% മിങ്കിൾ ആയിട്ടില്ല. ഏകദേശം അടുത്ത് തന്നെയാണ് റൂമും ഓഫീസും ഒക്കെ. അപ്പൊ അവിടെ പോവും, നേരെ തിരിച്ചു വരും, അങ്ങനെ അങ്ങ് കൂടും. ഏതായാലും നമുക്കിത് വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകണം. ഈ ക്വാളിറ്റി പീപ്പിൾസ് ആണ് ഇതിലുള്ളത്, അത് വല്ലാത്തൊരു ഇതാണ്. അതേപോലെ തന്നെ മറ്റു ഒരുപാട് ഗ്രൂപ്പുകൾ നേരത്തെ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുവിധ എല്ലാ ഗ്രൂപ്പുകളും വളരെ സൈലന്റാ, വളരെ സൈലന്റ്. വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലൊക്കെ വളരെ സൈലന്റ് ആണ്. കാരണം എല്ലാവരും റീലിലേക്ക് പോയി. ഒഴിവുള്ള സമയത്ത് റീൽസ് ആണ്. റീൽസിന്റെ ഒരു അതാണല്ലോ, ഒന്ന് കണ്ടാൽ നമ്മൾ അങ്ങനെ അതിൽ സ്പെൻഡ് ചെയ്യും. അപ്പോ ഇത് ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഹക്കീം സാഹിബിന്റെ ഒക്കെ നല്ല നല്ല കഥ പറച്ചിലുകള്, എന്താ പറയാ, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കഥ പറച്ചിലുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാ മുന്നോട്ട് പോകാം. ഏതായാലും എല്ലാവരും കണ്ടതിൽ വലിയ സന്തോഷം. അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ മാലിക് ഭായ് ഇവിടെ റിയാദിലുണ്ടെന്ന് പറഞ്ഞു, അതും സന്തോഷം. ഏതായാലും സൗദി എന്നുള്ളത് ഒരു വലിയ ഇതാണ്. ഇപ്പൊ മുമ്പ് നിങ്ങളോട് പറഞ്ഞ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ സത്യമായിരിക്കാം. കാരണം ഞാൻ ഇപ്പൊ ഏകദേശം ഒരു 18 വർഷത്തിലധികമായി ഇപ്പൊ സൗദി അറേബ്യയില്. എനിക്ക് കോഴിമുട്ട കിട്ടിയിട്ടുണ്ട്, അതും ISLAM എന്ന്. നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലമാണത്. ഞാൻ മറ്റേ ഹിറയെന്ന് അന്നെന്റെ റൂമിലേക്ക് ഞാൻ സാധനം നന്നാക്കാൻ കൊടുത്തിട്ട് ഇങ്ങനെ വരികയാണ് കമ്പ്യൂട്ടർ സൂക്കുന്ന. വരുന്ന സമയത്ത് ഒരു കാറ് ചെക്കന്മാര് പോയി, തിരിച്ച് അവര് മുട്ട വാങ്ങി വന്നിട്ട് എറിഞ്ഞിക്കാണ്. എന്താ ചെയ്യാ, ഒന്നും പറയല്ല. അവരെറിഞ്ഞു പോയി, അവർക്ക് അതിന്റെ ഒരു സന്തോഷം. അപ്പൊ അന്നത്തെ ഒരു കാലം അവിടുന്ന് ഒരുപാട് മാറി. ഇനിയിപ്പോ ഇവിടെ മാറുള്ളത് ഇവരെ പോലീസും കുറച്ച് മോഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് മാറിക്കഴിഞ്ഞാൽ പക്ക മാറി. എന്നാലും ഒരുപാട് മാറ്റം പോലീസ് തന്നെയാണ്. എല്ലായിടത്തും മാറാൻ, പോലീസ് എല്ലായിടത്തും മാറാണ്ട് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മള് UAE ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേ ഇവരെ ഒരു ആറ്റിറ്റ്യൂഡ് മാറാണ്ട്. അല്ല, അത് അതേമാതിരി തന്നെ മോഷണം അതൊക്കെ റേർ കേസുകളെ, അതെന്തായാലും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അല്ല, അത് റിയാദില് മോഷണമാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ കുറച്ച് കൂടുതലാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൗദി എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാനിപ്പോഴും പറയല് നമ്മളെക്കാളും നല്ലവരാണ് ഇവര് എന്നുള്ള. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരെങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഒരു തമിഴൻ നമ്മളെ മുതിരായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വഴിയോ നാട്ടില്? ഇവിടെ നമ്മളെ കൂടെ അല്ലെങ്കിൽ ഇവിടെയുള്ള വിദേശികളുടെ കീഴിൽ എത്ര സൗദികള് നല്ല റെസ്പെക്റ്റോട് കൂടി വർക്ക് ചെയ്യണം. അങ്ങനൊക്കെ ഒരുപാടുണ്ട്. ഏതായാലും ഇതിന്റെ ആ ഒരു ക്വാളിറ്റി, ഈ രാജ്യത്തിന്റെ ക്വാളിറ്റി ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും വലിയ സന്തോഷം ഇത്രയും സമയം കേട്ടതിന്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി കൂടുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ അനീസ് ഭായ്, ഇനി ലിജിൽ ഭായും ആണ് സംസാരിക്കാനുള്ളത്. അസ്സലാമലൈക്കും. പിന്നെ നമ്മളിപ്പോ കണ്ടത് മലിക് ഭായ്, ജാഫർ ഭായ്, സൈഫുള്ള ഭായ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വീരാൻകുട്ടി ഭായിനെയും ഹക്കീം ഭായിനൊന്നും, ഗോൾഡ് ഹക്കീം ഭായിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അസ്സലാമലൈക്കും. ഞാന് അവർക്ക് വേണ്ടിയിട്ട് എന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അനീസ്. ഞാന് പിന്നെ 12 വർഷമായിട്ട് സൗദി അറേബ്യയിലുണ്ട്. ഒരു ഫുഡ് സേഫ്റ്റി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ സ്വദേശം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലൊക്കെ കൂടാനും മുമ്പ് ഉണ്ടായിരുന്നു, കുറെ മുമ്പ് ഒരു 4 കൊറോണക്കൊക്കെ മുമ്പ്. പിന്നെ അത് ഇങ്ങനെ മിസ്സായി, അങ്ങനെ മിസ്സായി പോയത്. അപ്പൊ വീണ്ടും റീജോയിൻ ചെയ്തതാണ്. നമ്മുടെ ജാഫർ ഭായ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ റീജോയിൻ ചെയ്തു. ലാസ്റ്റ്, അതായത് ഇന്നല്ല, ലാസ്റ്റ് വീക്കിൽ നമ്മൾ അവിടെ കൂടിയിരുന്നല്ലോ. അന്ന് വീണ്ടും മീറ്റപ്പ് ഉണ്ടായി. അങ്ങനെ വീണ്ടും ഒന്ന് ഉഷാറാവട്ടെ, ഒന്ന് ഉഷാറാക്കി എല്ലാവരും. പിന്നെന്താ പറയാ,
നല്ല സപ്പോർട്ട് ഉണ്ടാവട്ടെ. പിന്നെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞാനൊരു കഥ പറയാം. ഈ ഗ്രൂപ്പ് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു കഥ ഞാൻ വായിച്ചപ്പോൾ ഒരു ഗ്രൂപ്പിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു കഥ കിട്ടി. ഒരു രാജ്യത്തെ രണ്ട് കുറ്റവാളികളെ 2 പോലീസ് അറസ്റ്റ് ചെയ്തു. 2 കുറ്റവാളികൾ സെയിം ഫിസിക്കും സെയിം ഏജും ഉള്ള 2 സെയിം ക്രൈം നടത്തിയ 2 കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെന്ത് ചെയ്തു? 2 ജയിലറയിലിട്ടു. ഒരു സാധാ ഡിം ലൈറ്റിലെ 2 ജയിലറകളിൽ. അങ്ങനെ ഒരാൾക്ക് 2 പേർക്കും എന്താ ഉണ്ട്, ചെറിയൊരു വിൻഡോ ഉണ്ട്. ഒരാൾക്കൊരു വിൻഡോ, മറ്റൊരാൾക്ക് മറ്റൊരു വിൻഡോ. 2 ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. ഒരാൾക്ക് ആ വിൻഡോയിലൂടെ അപ്പുറത്തേക്ക് നോക്കാം, മറ്റൊരാൾക്ക് ഇപ്പുറത്തേക്ക് നോക്കാം. അപ്പോൾ ഒരാൾ നോക്കുന്ന വിൻഡോയിൽ കൂടെ അയാൾ കാണുന്നത് എന്താണ്? നല്ല തെളിഞ്ഞ ആകാശം, പച്ചപ്പ്, നല്ല കിളികളുടെ ഇത് ഒക്കെയാണ്. മറ്റേ ആൾ കാണുന്ന ഇപ്പുറത്തേക്ക് നോക്കുന്നത് അവിടെ ആളുകളുടെ ബഹളം, ചളികള്, അങ്ങനത്തെ ഒരു പ്ലസന്റ് അല്ലാത്ത കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ അവര് മുന്നോട്ട് പോയി. കാലങ്ങൾ കഴിഞ്ഞു, അവരെ ആ ടൈം കഴിഞ്ഞു. ലാസ്റ്റ് ഇവരെ റിലീസാകുന്ന ടൈമിൽ രണ്ടാളെ റിലീസാക്കാൻ നോക്കിയപ്പോൾ എന്തായി, ഈ മറ്റേ ആളുണ്ടല്ലോ, മറ്റേ സ്കൈയും ഗ്രീനറി കാണുന്ന ആള്, അങ്ങനെ എന്തായി, ഫുള്ള് ഫിസിക്ക് ഓക്കെയാണ്, മെന്റലി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇപ്പുറത്തുനിന്നുള്ള ആള് ഒരു ഡിപ്രഷൻ മോഡിലാണ്. ഫിസിക്ക് ഓക്കെ അല്ല, മെന്റൽ ഓക്കെ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ഒരു തെളിഞ്ഞ ആകാശം, ഒരു ഗ്രീനിഷ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇത് എന്നാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആണ് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അത് ഗ്രീനിഷ് ആക്കേണ്ട ഉത്തരവാദിത്വം ജാഫർ അലി ഭായിക്ക് ഉള്ളതുപോലെ തന്നെ അനീസ് ഭായിക്കും, അതുപോലെ ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഉണ്ട്. അത് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഗ്രീനിഷ് ആക്കി കൊണ്ടു നടന്നാലേ അത് ഗ്രീനിഷായി നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ എടുത്തുന്നുണ്ടാവും ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും. പുല്ലാവുമ്പോ ഇടക്കിടക്ക് വെള്ളം ഒഴിക്കണം, അതിലുള്ള അതെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ നമുക്ക് അതെ ഇടക്കിടക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അതെ. അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ലിജിൽ ഭായ്, താങ്ക് യു സോ മച്ച് അനീഷ് ഭായ്. ലിജിൽ ഭായിനെ ക്ഷണിക്കുകയാണ്. നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ, നിങ്ങളെ 2 വാക്ക് സംസാരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. പുതിയ ആളാണ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അനീസാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് വെള്ളിയാഴ്ച ഇവിടെ ദമാമിൽ വെച്ച് എല്ലാവരും കണ്ടായിരുന്നു. എല്ലാവരും മീൻസ് ഞങ്ങൾ 8 പേര് ഉണ്ടായിരുന്നു. അനീസ് ജസ്റ്റ് എന്നോട് പറഞ്ഞു, പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ വലിയൊരു താല്പര്യമൊന്നും ഇല്ലാണ്ടാണ് പോയത്. പക്ഷെങ്കിൽ അവിടെ ജോയിൻ ചെയ്തപ്പോൾ പിന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാനാണ് തോന്നുന്നത്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. പുതിയ ആൾക്കാരെ കണ്ട് പുതിയ ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് ഇപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ റിയാദിലുള്ളവര്, ജിദ്ദയിലുള്ളവര്, അങ്ങനെ കൂടുതൽ ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ കാണുന്നു. കൂടുതൽ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ വലിയതായി വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ മീറ്റിങ്ങിലും പങ്കെടുത്ത് മീൻസ് ഓരോ പുതിയ ടോപ്പിക്സ് ഡിസ്കഷനും ചർച്ചകളും എന്താണ് പുതിയ മോട്ടിവേഷൻ സ്പീച്ചും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ നല്ലൊരു സ്കില്ല് തന്നെ ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളൊരു ഇതും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് കുറേ ആൾക്കാരും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ താങ്ക് യു എല്ലാവിധ സോ ഇതും മച്ച്. നേരുന്നു. താങ്ക് താങ്ക് യു. യു സോ മച്ച്. ലിജിൽ ഭായ്, നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം, പിന്നെ നമ്മള് ആദ്യമായിട്ട് നമ്മളോട് ഒരാൾ പറയുമ്പോൾ അതിന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും വലുത്. അത് നിങ്ങൾ കാണിച്ചതിൽ പ്രത്യേകം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് ആർക്കാ ഇപ്പോ പിന്നെ ഇഷ്ടമല്ലാത്തത്? സുഖമായിട്ട് വെള്ളിയാഴ്ച ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന സമയമാണ്. ആ സമയം നമ്മളിങ്ങനെയുള്ള ആളുകളായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് പ്രതീക്ഷിച്ച് വരുമ്പോൾ അതിൻ്റെ വൈബാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വൈബ് നമുക്ക് അത് തുടർന്ന് കൊണ്ടുപോകണം. അത് നമ്മൾക്ക് പിന്നെ അത് ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് റിയലി അപ്രീഷിയേറ്റ് ചെയ്യൂ. പിന്നെ ഇന്ന് തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു സോ മച്ച്. സൈഫുക്ക, എന്നാല് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകാനുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് അതിന്റെ ഇടയിലേ ഏകദേശം ഒരു 9:30 മീറ്റിംഗ് ഉണ്ട്. സൈഫ് ഭായ്, ആ സൈഫ് പറയൂ. ഭായ്, എല്ലാ ആ പറയൂ. ദിവസവും ഞാൻ സെൽഫ് മാസ്റ്റേഴ്സിനെ ഓർക്കും. ഇത് കണ്ട ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നത് ആ
കെറ്റിൽ. ഇത് നമ്മളെ ജിദ്ദയിലെ പ്രോഗ്രാമിന് അന്നൊരു കിട്ടിയൊരു സമ്മാനാണ്. ഇപ്പോഴും വെള്ളം ചൂടാക്കുന്ന അതിൽ തന്നെയാണ്. വെരി ഗുഡ്. അപ്പൊ അന്ന് എന്താ പറയാ, എനിക്കൊരു അന്ന് സമ്മാനം ഭയങ്കര കിട്ടിയിട്ടോ അന്ന്. അതെ. ഇപ്പൊ ഈ പ്രാവശ്യം സൈഫൊക്കെ വെറുതെ കുറച്ച് പിന്നെ ചോക്ലേറ്റ് മാത്രമേ തന്നുള്ളൂ. ഇനി കെറ്റിലൊക്കെ വരട്ടെ. എനിക്കും അന്നൊരു അല്ല സമ്മാനം എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ആ, സമ്മാനം കിട്ടുകയാണ് അത് ശരി. അവസാനമായിട്ടും. അവസാനായിട്ടോ? എന്താ ഇനിയും പിന്നെ ആരും എനിക്ക് അവസരങ്ങളുണ്ട്. സമ്മാനം തന്നിട്ടില്ല. ആ, കൂടുതൽ വരട്ടെ. ഇനിയും കൂടുതൽ ഉണ്ടാവും. ഇനി നമുക്ക് ഉഷാറാക്കണം. പ്രാവശ്യം അടുത്ത മാസം എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഒന്ന് അല്ല, നിങ്ങള് അതേപോലെ വീരാൻകുട്ടി പറഞ്ഞത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. മാസത്തിലൊരിക്കല് ഓൺലൈൻ മീറ്റിംഗ് ആക്കാം. ഓഫ്ലൈൻ അതിന്റെ ഇടക്ക് നടത്തേണ്ടവർക്ക് ഓഫ്ലൈൻ ആക്കാം. കാരണം 2-3 ഏരിയ ഉണ്ടല്ലോ. ജിദ്ദ ഉണ്ട്, റിയാദ് ഉണ്ട്, ദമാം ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഏത് ഏരിയയിലെ കൂടാൻ പറ്റുന്നവർക്ക് ഇപ്പൊ എന്തായാലും നമുക്ക് റിയാദിൽ വന്ന് എപ്പോഴും അറ്റൻഡ് ചെയ്യാന്നുള്ളതൊന്നും പഴയ മാതിരി നടക്കൂല. അപ്പോ അവിടെ ഉള്ളവർ അവിടെ കൂടുക, എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മാസം അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും കൂടി അതിൽ ജോയിൻ ചെയ്യാനും പറ്റുമല്ലോ. എല്ലാവർക്കും പറ്റും. അതില് അത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം സബ്ജക്ട് എടുത്തിട്ട് അതിനൊരു 3 മിനിറ്റിൽ കുറയാതെ 5 മിനിറ്റ് കൂടാതെ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കതോടെ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതെ, വീരാൻകുട്ടി ഭായി, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഉദ്ദേശിച്ചത് എങ്ങനെയാ വെച്ചാല് ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിലിങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആഴ്ചയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ, ആഴ്ചയിലല്ല ഡെയിലി ചെയ്യണം. ആഴ്ചയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു അതിലൊരു എക്സലൻസ് വരുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, അത് നമുക്ക് പഴയ പോലെ എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഗ്രൂപ്പിൽ ഇടാറുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ വന്ന് സൈഫ് ഭായിന്റെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ സബ്ജക്ട് ഇട്ടിട്ട് സംസാരിക്കായിരിക്കും നന്നാവുക ഗ്രൂപ്പില്. അതൊന്നും ആ ഒരു പിന്നെ സ്റ്റേജിൽ നിന്നൊക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനല്ലേ കാര്യമില്ല. ഓക്കെ. പക്ഷെ എന്താ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരും ഇതിന് ഇതാവൂല. ഞാൻ പറഞ്ഞ 2 കൺസെപ്റ്റാ വരും. ഒന്ന് ഒഴിവുള്ളവര് വരും, മറ്റത് നമ്മൾ സ്ഥിരം മാസത്തിലൊരു ദിവസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഇതിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹക്കീം സാഹിബിന്റെ ഒക്കെ ഉറക്കം വേണമെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. മറ്റേത് എന്താ വെച്ചാൽ എല്ലാ ആഴ്ച മാറ്റൂലല്ലോ. അപ്പൊ നല്ല കഥകളൊക്കെ നമുക്ക് കേൾക്കാം. ഒരു കൺസെപ്റ്റിലാണ് പറഞ്ഞത്. അല്ല, കുഴപ്പമില്ല. അതിന് പകരം ഞങ്ങൾ എന്താ പറയാ, 2 ആഴ്ച കൂടുമ്പോ ഒരു മീറ്റിംഗ് നമ്മൾ അല്ലാണ്ട് വെക്കുക, പിന്നെ ഓഫ്ലൈൻ ആയിട്ട് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ഓൺലൈൻ ആയിട്ട് എന്നാല് അങ്ങനെ മതി. പിന്നെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വഴിയെ ഏത് ഡേറ്റ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം അല്ലെ സൈഫുക്ക? ഇപ്പൊ തന്നെ അതിന് മുമ്പ് എന്താ വെച്ചാൽ എത്ര ആളുകൾ ആക്റ്റീവ് ആയിട്ട് ഇപ്പൊ ഉണ്ട്, സ്റ്റിൽ ഉണ്ട്. മുമ്പുള്ള നമ്പർ 5 വർഷം 6 വർഷം മുമ്പുള്ള നമ്പേഴ്സ് ആണ്. ഈ ആളുകളൊക്കെ ഇപ്പൊ ഇതിലുണ്ടോ, ഇവിടെ സൗദിയിലുണ്ടോ, അതൊന്നും ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ആക്റ്റീവ് ആയിട്ട് താല്പര്യമുള്ള ആളുകൾ നിൽക്കുന്നില്ല. 95 ആളുകളുണ്ട്. ഈ 95 ആളുകൾ ചിലപ്പോ കുറെ മാറിയ നമ്പറും വേറെ എക്സ്ട്രാ പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു ലിങ്ക് അതിലിടാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾ ആഡ് ചെയ്തിട്ട് പിന്നെ റിക്വസ്റ്റ് തരുന്നവർക്ക് മാത്രം ജോയിനിങ് കൊടുക്കാം. അതായിരിക്കും നല്ലത്. നമുക്കറിയില്ല ആരൊക്കെ ഉള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെ മതി. അങ്ങനെ ചെയ്യാം. ഒരു പുതിയ ഗ്രൂപ്പായിട്ട് ലിങ്ക് ഇട്ടിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് താല്പര്യമുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഷെയർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടെ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. ഒന്ന് ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യൽ നിർബന്ധമാണ്. ഫാറൂഖ് സെൻസി പിന്നെ സൈഫുക ഓരോ വർഷത്തിലും പിന്നെ ആ ഗ്രൂപ്പ് അപ്ഡേറ്റ് ചെയ്യും. അതില് നമ്മളെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഇത് പിന്നെ ലിങ്ക് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് വിടിട്ടോ. ഏതായാലും ഒന്ന് വന്നവർക്ക് എന്റെ തീർച്ചയായിട്ടും സ്വന്തം ഹൃദയത്തിൽ നിന്നും സെൽവാസിന്റെ പേരിൽ കൂടെ എല്ലാവർക്കും വലിയ നന്ദി പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇതിന്റെ ലിങ്ക് ഗ്രൂപ്പിലിടാം കേട്ടോ, ഓക്കെ റെക്കോർഡിങ്ങിന്റെ. ഓക്കെ. എന്നാ ശരി.